ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും ശത്രുക്കൾ അനവധി എതിരേറ്റപ്പോഴും ദൈവകൽപ്പനയനുസരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിലനിന്നിരുന്ന വ്യക്തിത്വം മുട്ടം ഗീവർഗീസ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പാസ്റ്റർ ജോൺ വർഗീസിന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി നമുക്കൊന്ന് കടന്നു പോകാം. 1926 പള്ളിപ്പാട്ട് ഒരു മർത്തോമ കുടുംബത്തിൽ ശ്രീ യോഹന്നാന്റെയും മറിയാമ്മയുടെയും മകനായി ജനിച്ചു. പിതാവ് കച്ചേരി ഉദ്യോഗസ്ഥനും അറിയപ്പെട്ടിരുന്ന വ്യക്തിയും സമ്പന്നനുമായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകുവാൻ സഹോദരങ്ങളെ ഇംഗ്ലീഷ് വിദ്യാലയത്തിൽ പഠിപ്പിച്ച പിതാവ് സ്വത്തും വസ്തുക്കളും സംരക്ഷിക്കേണ്ടതിന് തന്നെ മലയാളം വിദ്യാലയത്തിൽ പഠിപ്പിച്ചു. സഹോദരിമാരിരുവരും അധ്യാപകരായിരുന്നു. പോലീസ് ഓഫീസറായിരുന്ന സഹോദരൻ PJ മാത്യു 1919 ശൂരനാട്ട് വെച്ച് മരണപ്പെട്ടു. യുവജന ക്ലബിന്റെ സെക്രട്ടറി ആയി തീർന്നത് മുതൽ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും തന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സോഷ്യലിസവും കമ്മ്യൂണിസവും അധികം പ്രചരിച്ചിട്ടില്ലാത്ത പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കു പോലും നടവഴി പോലും ജന്മികൾ കൊടുക്കാത്ത കാലം. ആ കാലത്ത് താനും കൂടെയുള്ള യുവാക്കളും ചേർന്ന് നാട്ടുകാർക്ക് വേണ്ടി നടവഴി പോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. മികച്ച നിലയിൽ കായിക രംഗത്തും തന്റെ സാമർഥ്യം തെളിയിച്ചിട്ടുണ്ട്. കുറച്ചുനാൾ സംഗീതം അഭ്യസിക്കാനുമിടയായി. തന്റെ 19-ാം വയസ്സിൽ അമിത കൂട്ടുകെട്ടും സിഗരറ്റ്, മദ്യം മുതലായവയുടെ അമിത ഉപയോഗവും സിനിമ, നാടകം എന്നിവ മൂലവും ജീവിതത്തിന്റെ നല്ല കൗമാരകാലം നഷ്ടപ്പെട്ടു. ചില രോഗങ്ങളാൽ ഭാരപ്പെട്ട് വിദഗ്ധ പരിശോധനയിൽ ക്ഷയരോഗ ലക്ഷണം വെളിപ്പെട്ടു. അതേ തുടർന്ന് താൻ വളരെയധികം നിരാശനായി ആത്മഹത്യക്കായി തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം പിതാവില്ലാത്ത സമയത്ത് തൻ്റെ സ്വന്തം മുറിയിൽ കയറി ആത്മഹത്യാ ശ്രമം നടത്തി. ഒരു കടലാസിൽ ഇപ്രകാരം എഴുതി തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നു: ഇതിനോടുകൂടി ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇതിന് മറ്റാരും ഉത്തരവാദികളല്ല. എൻ്റെ ജീവിതം നിരാശയാൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ സ്റ്റൂൾ തട്ടാൻ ഭാവിക്കുമ്പോൾ ഒരു നേർത്ത ശബ്ദം തൻ്റെ കാതിൽ മുഴങ്ങി. മകനെ എന്ന മന്ദസ്വരം. ആ ഒരു വിളിയിൽ നടുക്കവും വിറയലും അനുഭവപ്പെട്ടു. താൻ കഴുത്തിൽ നിന്ന് കയറൂരി മുറി മുഴുവൻ നോക്കി. ആരെയും കണ്ടില്ല. അടുത്ത മുറിയിൽ അമ്മയും വേലക്കാരിയും സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു. താൻ വീണ്ടും മടങ്ങി വന്ന് മുറിയിൽ കയറി കുറച്ചു നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അല്പസമാധാനം കിട്ടി സ്വസ്ഥമായി അന്ന് കിടന്നുറങ്ങി. 4-5 ദിവസങ്ങൾക്ക് ശേഷം താൻ ഒരു പെന്തിക്കോസ് യോഗത്തിൽ പങ്കുചേരാൻ തീരുമാനിച്ചു. പെന്തിക്കോസ് സമൂഹത്തെ പറ്റി തെറ്റിദ്ധാരണകളും മുൻവിധികളും തനിക്കുണ്ടായിരുന്നതിനാൽ ആ യോഗം ദൂരെ മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ യോഗത്തിൽ പ്രസംഗിച്ച യുവാവ് തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആ പ്രാസംഗികൻ തനിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി: നീ നിരാശയിൽ നിന്നെ തന്നെ നശിപ്പിക്കുവാൻ ഭാവിക്കുമ്പോൾ മകനെ എന്നൊരു ശബ്ദം നീ കേട്ടില്ലേ? ഈ വാക്കുകൾ തന്നെ നടുക്കി. അവിടെ നിന്ന് യോഗം കഴിഞ്ഞു പോകുമ്പോൾ ആ പ്രാസംഗികൻ ഈ വിഷയം എങ്ങനെ അറിഞ്ഞുവെന്ന ചിന്തയിലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ 2 സഹോദരിമാർ തൻ്റെ ഭവനത്തിൽ വന്ന് സുവിശേഷം പറയുകയും രാത്രി യോഗത്തിനായി ക്ഷണിക്കുകയും ചെയ്തു. അന്ന് തൻ്റെ 20-ാം ജന്മനാൾ ആയതിനാൽ മാതാവിൻ്റെ മൗന സമ്മതത്തോടുകൂടി പള്ളിപ്പാട്ട് ആ യോഗത്തിൽ പോയി പങ്കുകൊണ്ടു. ആണ്ടവസാന യോഗമായതിനാൽ രാത്രി 11 മണിയായപ്പോൾ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റു. തനിക്ക് മലയാള സാഹിത്യത്തിലും സംസ്കൃതത്തിലും നല്ല ജ്ഞാനമുണ്ടായിരുന്നതിനാൽ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുമുണ്ടായിരുന്നു. എന്നാൽ ആ സാക്ഷ്യം പറയാൻ തുടങ്ങിയപ്പോൾ തനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ താൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനുമായ കർത്താവ് ആ രാത്രിയിൽ തന്നെ രക്ഷിച്ചു. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രവചനമായി മലയാളം പോലും പഠിച്ചിട്ടില്ലാത്ത തൻ്റെ സഹോദരിയിൽ നിന്ന് ദൈവം സംസാരിച്ചത് കേട്ടപ്പോൾ അന്ന് രാത്രിയിൽ തന്നെ താൻ സ്നാനപ്പെടുകയും ചെയ്തു. രക്ഷിക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ താൻ ചില വരികൾ ഇങ്ങനെ എഴുതി: നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കുക, നിൻ പേർക്കായി ഞാനെല്ലാം സഹിക്കുവാൻ. രക്ഷിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം താൻ വേദപുസ്തകവുമായി തെരുവേദികളിൽ ചെന്ന് പല സ്ഥലങ്ങളിലും ദൈവവചനം പ്രസ്താവിക്കുകയും തൻ്റെ രക്ഷയുടെ അനുഭവങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ ചുറ്റുമുള്ളവർ തന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. കർത്താവ് ക്രൂശിൽ മരിച്ചത് എത്രയോ ആക്ഷേപം സഹിച്ചാണെന്നോർത്തപ്പോൾ ചില വരികളും തൻ്റെ മനസ്സിൽ നിന്ന് പുറപ്പെട്ടു. ആശ്ചര്യമേ തവ സ്നേഹം എൻ ദേവ, യോഗ്യനല്ല എൻ്റെ നാമം വിണ്ണിൽ ചേർത്തിടാൻ. എൻ്റെ വേലയ്ക്കായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, വിട്ടു പുറത്തു വരിക എന്ന ദൈവശബ്ദം താൻ കേട്ടു. അന്യഭാഷ അടയാളത്തോടും പ്രവചന ശുശ്രൂഷയോടും കൂടി ദൈവം തന്നെ അഭിഷേകം ചെയ്തു. അങ്ങനെ 3 വർഷം സിലോണിൽ പോയി ദൈവവചനം പഠിച്ചു. കർത്തൃവേലയ്ക്കായി ചുവടുകൾ വെച്ചു. 1955 വിവാഹിതനായി തീർന്നു. ആദ്യ കുട്ടി ജനിച്ച ശേഷം തൻ്റെ പിതൃസ്വത്ത് പകുതി ലഭിച്ചതിനാൽ അത് മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്കായി ചിലവിട്ടു.
ത്യാഗത്തോടെ പ്രവർത്തിപ്പാൻ തുടങ്ങി. കഷ്ടതയും പട്ടിണിയും വളരെയധികം തൻ്റെ ജീവിതത്തിൽ നേരിട്ടു. ഈ ഒരവസ്ഥയിൽ തൻ്റെ ജീവിത പങ്കാളി പോയ കാലദിനങ്ങളെക്കുറിച്ചും സുഖകരമായ ജീവിതത്തെക്കുറിച്ചും തന്നെ ഓർമ്മിപ്പിച്ചു. എന്തിനാണ് ഈ മാർഗം തിരഞ്ഞെടുത്തത് എന്ന ചോദ്യങ്ങൾ അവിടെ ഉണ്ടായി. തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് തനിക്ക് വീണ്ടും ചില വാക്കുകൾ കൊടുത്തു. ആ വാക്കുകൾക്ക് ഈണം നൽകി ഇങ്ങനെ പാടി: അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഈ വരികൾ പിറന്ന അന്നു മുതൽ കഷ്ടങ്ങളുടെ നടുവിൽ ആശ്വാസമേകാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും ഉപയോഗിക്കുന്നു. ഒരു സുവിശേഷകന്റെ ഓട്ടത്തെ സംബന്ധിച്ച് ദൈവം നൽകിയ വചനാനുസരണമായ വെളിപ്പാടാണ് നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം എന്ന മനോഹരമായ ഗാനം. അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ദൈവാത്മ പ്രേരണയാലും 130 ഗാനങ്ങൾ താൻ രചിച്ചിട്ടുണ്ട്. തൻ്റെ വരികൾ ഇന്നും ജനത്തെ ആത്മീയമായി ഉണർത്തുന്നവയാണ്. കഷ്ടങ്ങൾ അനവധി സഹിച്ചു, പലവട്ടം അടികൊണ്ടു, കണ്ണിലും തലയിലും പൂഴി വാരിയിട്ടു, വിസർജ്യം വായിൽ കുത്തിക്കടത്തി. നന്മ അനുഭവിച്ചവർ തിന്മപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കാലാകാലങ്ങളിൽ ഇവയെല്ലാം സഹിപ്പാൻ ദൈവം കൃപ നൽകി. 2024 ഫെബ്രുവരി 9 99-ാം വയസ്സിൽ ആ ധീര പോരാളി ഈ ലോകത്തോട് വിട പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നു.